കണ്ണൂരിൽ 8 വയസ്സുകാരി അച്ഛൻ മർദ്ദിച്ച സംഭവത്തിൽ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 8 വയസ്സുകാരിക്കും സഹോദരനും കൗൺസിലിംഗ് നൽകുമെന്നും ആവശ്യമെങ്കിൽ കുട്ടികളെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. സന്തോഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സന്തോഷ്, അതായത് ഇതൊരു പ്രാങ്ക് വീഡിയോ ആണ് എന്ന് കുട്ടികളും അതുപോലെ തന്നെ കുട്ടികളുടെ അച്ഛനും നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് വേണം ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ. കാരണം അച്ഛനെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ കൂടി ഉണ്ടാകുന്നു. ഭദ്ര, ഈ പിതാവും കുട്ടികളും ഇന്നലെ തന്നെ നൽകിയ മൊഴി, അതായത് ഈ പിണങ്ങിപ്പോയ അമ്മയെ തിരികെ വീട്ടിലേക്ക് എത്തിക്കുന്നതിനായി ഇത്തരത്തിൽ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ ചിത്രീകരിച്ച് അയച്ചു കൊടുത്തതാണ്. അത് പ്രാങ്ക് വീഡിയോ ആയിരുന്നു എന്നുള്ളതായിരുന്നു പിതാവിന് പോലീസിന് നൽകിയ മൊഴി. പക്ഷെ വിശദമായി ഈ കുട്ടികളുടെയും അതോടൊപ്പം തന്നെ കുട്ടിയുടെ അമ്മയുടെയും എല്ലാം മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ പോലീസ് പിതാവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് പിതാവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു പുറത്ത് വന്നിരുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ ആരോഗ്യ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കുട്ടികളുടെ തുടർ സംരക്ഷണം ഉറപ്പുവരുത്തും എന്നുള്ളതാണ്. കുട്ടികൾക്ക് രണ്ടുപേർക്കും കൗൺസിലിംഗ് നൽകും. ആവശ്യമെങ്കിൽ ഈ കുട്ടികളെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും ഈ പിതാവ് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇപ്പോൾ അല്പസമയം മുമ്പ് 3 മണിക്കാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഭദ്ര, സന്തോഷം, അതായത് ഈ അരിവാള് കാണിച്ച് കുട്ടികളെ ഭയപ്പെടുത്തുന്നു, മുഖത്ത് അടിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ പിതാവ് പിന്നീട് പറയുന്നത് പ്രാങ്ക് വീഡിയോ ആണെന്നുള്ളത്. പക്ഷെ അതൊന്നും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കാരാണെങ്കിലും അതുപോലെ പോലീസ് ഒന്നും തന്നെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളടക്കം പറയുന്നുണ്ട് അമ്മ തിരിച്ചു വരാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണോ? എന്താണ് ഉണ്ടായത് എന്ന് വ്യക്തമായ ഒരു ധാരണയിലേക്ക് എത്താൻ വേണ്ടി തന്നെയല്ലേ? എന്തായാലും ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ മർദ്ദിച്ചത് പ്രാങ്കിന്റെ പേരിലായാലും അല്ലെങ്കിലും കുട്ടികളെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അത് നിയമപരമായി കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ കൊണ്ട് ഒരുപക്ഷെ പിതാവ് ഇങ്ങനെ പറയിച്ചതാകാം എന്നതുൾപ്പെടെയുള്ള സംശയം പോലീസിനുണ്ട്. ഏതായാലും കേസെടുത്ത് ഈ കാര്യത്തിൽ കൂടുതൽ മൊഴിയെടുപ്പും അന്വേഷണവും നടത്താനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ 2 ചെറിയ കുട്ടികളാണ്, 8ഉം 10ഉം വയസ്സുള്ള കുട്ടികളാണ്. ഇവരുടെ അമ്മ ഇവിടെ പിണങ്ങിപ്പോയതാണ്. അച്ഛന്റെ കൂടെയാണ് ഏറെ നാളുകളായി താമസം. അതുകൊണ്ട് തന്നെ ഈ അച്ഛൻ കൂടി കേസിൽപ്പെട്ട് പോകുന്നതോടുകൂടി കുട്ടികളുടെ സംരക്ഷിക്കാൻ ആരും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉൾപ്പെടെ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ പിണങ്ങിപ്പോയ അമ്മയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഇത്തരത്തിലൊരു പ്രാങ്ക് വീഡിയോ ചിത്രീകരിച്ച് അയച്ചതാണ് എന്നുള്ള മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ശരി, സന്തോഷ്.